രാജ്യത്തെ പരീക്ഷാക്രമക്കേടുകളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് CJP നടത്തിയിട്ടുള്ള സമര പോരാട്ടം അത് വലിയ തോതിൽ സംഘർഷത്തിലേക്ക് കടക്കുകയായിരുന്നു ഇന്നലെ. പിന്നീട് ജന്തർ മന്ദിറിലെ ഈ സമരപ്പന്തൽ പൂർണ്ണമായും ഡൽഹി പോലീസ് ഒഴിപ്പിച്ചെങ്കിൽ പോലും ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് വലിയ തോതിൽ പ്രതിഷേധക്കാർ ഇവിടേക്ക് ഇരമ്പിയെത്തുന്ന കാഴ്ചയാണ്. ഈ CJP അവരുടെ സമരപ്പന്തൽ വീണ്ടും പുതുക്കി പണിതിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഈ പന്തൽ പൂർണ്ണമായിട്ടും ഡൽഹി പോലീസ് തകർത്ത് ഒഴിവാക്കിയതായിരുന്നു. പക്ഷേ അബ്ജീത് ദീപ്കയുടെ നേതൃത്വത്തിൽ ഈ പ്രതിഷേധക്കാർ ഇവിടെ എത്തുകയും ഈ സമരപ്പന്തൽ പൂർണ്ണമായും പുനഃസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അംബേദ്കറുടെയും അതോടൊപ്പം തന്നെ ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ജീവനൊടുക്കിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ ചിത്രങ്ങളും ഒക്കെ ഇവിടെ പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. ഭരണഘടനയും ദേശീയ പതാകയും ഏന്തിക്കൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധക്കാർ ഇവിടെ തുടരുന്നത്. എന്തായാലും ഈ പ്രതിഷേധത്തിലേക്ക് ആളുകൾ എത്തുന്നതിന് വലിയ തോതിൽ പോലീസ് ഇന്നും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജന്തർ മന്ദിറിൻ്റെ ഇരു വശങ്ങളും പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും നൂറുകണക്കിന് ആളുകൾ ഇതിനോടകം തന്നെ ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമാകാൻ ഇവിടെ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നതുവരെ തങ്ങളുടെ പ്രതിഷേധം തുടരുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയിക്കുന്നത്. എന്തായാലും നേരത്തെ ഇവിടെ ഈ സമരത്തിനായിട്ട് എത്തുന്ന ആളുകൾക്ക് എല്ലാവിധത്തിലുള്ള പിന്തുണയും നൽകിക്കൊണ്ട് വിവിധ മേഖലകളിലുള്ള ആളുകൾ ഉണ്ടായിരുന്നു, സന്നദ്ധ സംഘടനകൾ ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ തോതിലുള്ള പ്രതിഷേധം ഇവിടെ നടക്കുകയാണ് ഇപ്പോഴും. എന്തായാലും നിരവധി സമരക്കാർ ഇതിനോടകം തന്നെ ഇവിടെ ഇപ്പോഴും തുടരുന്നുണ്ട്. അങ്ങനെ വലിയ പ്രതിഷേധം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. क्या कहना चाहता हूँ, धर्मेंद्र प्रधान रिजाइन करना पड़ेगा? रिजाइन क्यों नहीं करना पड़ेगा जब कल दिल्ली पुलिस डंडे बाज रही थी सब पे, बिना ड्रेस के, विदाउट ड्रेस कोई कांस्टेबल कैसे किसी पे हाथ उठा सकता है? अगर कोई उसे कुछ कह दे तो फिर दिल्ली पुलिस कह देगी कि जनता हम पे हाथ उठा रहा है। और कोई भी विदाउट ड्रेस आकर कल को मैं जूता, स्पोर्ट्स शूज और बढ़िया कपड़ा, टी-शर्ट पहन के आ जाऊँ, मैं तुम पे डंडा मार दूँ बिना कांस्टेबल की वर्दी के, तो तुम मेरे पे कंप्लेंट कैसे फाइल करोगे? तुम्हें कैसे पता चलेगा कि मैंने तुम पे डंडा मारा, दिल्ली पुलिस ने तुम पे डंडा मारा है? कम से कम वर्दी में तो डंडा मारो, पता तो चले डंडा मार कौन रहा है। कोई भी आके किसी पे भी लट बजा दे रहा है, किसी का कुछ पता ही नहीं है। विदाउट ट्रीटमेंट लोग एम्बुलेंस के लिए गुहार लगा रहे हैं, एम्बुलेंस आ नहीं रही है। जनता की कार्रवाई, ना तो नीट का पेपर लिखा, 22 बच्चे यहाँ मर गए। सरकार ने कल काला तांडव करा था कि आज बच्चों की हत्या हम यहाँ करा लेंगे। 20 को तो पेपर में मार दिया, 40 को यहाँ मार देंगे, 60 की गिनती हो जाएगी। बॉर्डर पे सैनिक मर रहा है, देश में रोड पे आदमी मर रहा है। കഴിഞ്ഞ ദിവസം ഡൽഹി പോലീസ് നടത്തിയിട്ടുള്ള നരനായാട്ടിനെ കുറിച്ചാണ് പറഞ്ഞത്. അതായത് തങ്ങൾക്ക് ഭരണഘടന നൽകുന്ന അവകാശമുണ്ട്, ഞങ്ങളുടെ വസ്ത്രങ്ങൾ പോലും വലിച്ചിഴക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് ഞങ്ങളെ കൊണ്ടുപോയത്, ഞങ്ങൾ ആരോടാണ് പരാതി പറയേണ്ടത് എന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യം കൂടിയാണ് ഇപ്പോൾ ഈ പ്രതിഷേധക്കാർ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത്. എന്തായാലും ജന്തർ മന്ദിറിലേക്ക് ഓരോ നിമിഷത്തിലും നൂറുകണക്കിന് പ്രതിഷേധക്കാർ ഇരമ്പിയെത്തുകയാണ്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നതുവരെ തങ്ങൾ പ്രതിഷേധവുമായി ജന്തർ മന്ദിറിൽ തുടരുമെന്നുള്ള തന്നെയാണ് ഈ CJP പ്രവർത്തകരും ഈ സമരാനുകൂലികളും പറഞ്ഞു വെക്കുന്നത്.